ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നവീൻ കുമാർ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഒപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സംഭവിക്കും എന്നുള്ളത് മാത്രമല്ല ഒപ്റ്റിമിസം കൊണ്ട് അർത്ഥമാക്കുന്നത്, മറിച്ച് നമ്മുടെ ഇന്നുള്ള അവസ്ഥയും പോസിറ്റീവായ രീതിയിലും സന്തോഷത്തോടു കൂടിയും കാണുന്നതിനെ കൂടിയാണ് ഒപ്റ്റിമിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഒപ്റ്റിമിസം എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മലയുടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള കാലാവസ്ഥയൊക്കെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുകയാണ്. വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം കർഷകൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരിടത്തുനിന്നും ഒരു കുതിരയെ വാങ്ങിച്ചു. ആ കുതിരയെ കാണാൻ വളരെയധികം ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ കുതിരയെ ഒന്ന് കാണലും ഈ കർഷകനും ഈ കുതിരയും തമ്മിലുള്ള അടുപ്പമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമായിരുന്നു. അപ്പോൾ എല്ലാ ആളുകളും വന്ന് ഈ കുതിരയെ പലപ്പോഴും കാണുമെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് സംഭവിച്ചതാണ്, ഈ കർഷകൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഈ കുതിര നഷ്ടമായി. ഈ കുതിര എങ്ങോട്ടോ പോയി. ഈ കുതിര അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലത്തുള്ള ഒരു കാട്ടിലേക്ക് തനിയെ ഒറ്റയ്ക്ക് ഈ കുതിര അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കർഷകനെ സംബന്ധിച്ച് തൻ്റെ ഇത്രയും നാളായിട്ട് വളർത്തിയെടുത്ത കുതിരയെ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമത്തിലല്ല ഈ കർഷകൻ ഇരുന്നിരുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തി അങ്ങനെ ഇരിക്കുമെങ്കിൽ നമ്മുടെ കർഷകൻ അങ്ങനെയല്ല ഇരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ വന്നിട്ട് ഈ കർഷകനോട് പറയുണ്ടായി, താങ്കൾ എത്ര കണ്ട് സങ്കടപ്പെടേണ്ടിയിരിക്കുന്നു, താങ്കൾക്ക് വളരെയധികം മോശമായ ഒരു സമയമാണല്ലോ, താങ്കൾ ഒത്തിരി കരുതലോടുകൂടി വളർത്തിയ താങ്കളുടെ കുതിരയെ താങ്കൾക്ക് നഷ്ടമായില്ലേ എന്നിങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ കർഷകൻ പറഞ്ഞു, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്, എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണ് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പോയ കുതിര കാട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 4ഓളം വരുന്ന കുതിരകളെ വിളിച്ചുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഈ സമയത്ത് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അത്ഭുതമായി. അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് അടുത്ത് വന്ന് പറഞ്ഞു, താങ്കൾ വളരെയധികം ഭാഗ്യവാനാണല്ലോ, താങ്കൾക്ക് 4 കുതിരകളെ കിട്ടിയല്ലോ, ആ പോയ കുതിരയും തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും കർഷകൻ പറഞ്ഞു, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്, സോ എന്തുകൊണ്ടും സംഭവിക്കട്ടെ, ഞാനതിൽ കൂടുതൽ സന്തോഷിക്കാനുമില്ല, കൂടുതൽ വിഷമിക്കാനുമില്ല, എന്നെ സംബന്ധിച്ച് എല്ലാം നല്ലത് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കുതിരയുമായി ഇദ്ദേഹത്തിന്റെ മകൻ ഈ കുതിരയെ മെരുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം കാട്ടിൽ നിന്ന് വന്ന പുതിയ കുതിരകളിൽ ഏറ്റവും അപകടകാരിയായ ഒരു കുതിരയെ മെരുക്കാൻ ഇദ്ദേഹത്തിന്റെ മകൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് മകൻ ആ കുതിരയുടെ പുറത്തു നിന്ന് വീണ് നട്ടെല്ലൊടിഞ്ഞ് കിടപ്പായി. ഇങ്ങനെ കിടന്നപ്പോഴേക്കും നാട്ടുകാർ വീണ്ടും വന്ന് പറഞ്ഞു, ആകെ വിഷമമാണല്ലോ, താങ്കൾക്ക് കുതിര കിട്ടിയെങ്കിലും താങ്കളുടെ ഏറ്റവും അരുമയായ മകൻ്റെ നടുവൊടിഞ്ഞില്ലേ, വളരെ നെഗറ്റീവായ ഒരു സംഭവമാണല്ലോ സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കർഷകൻ വീണ്ടും പറഞ്ഞ ഉത്തരം ഇതാണ്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്, എനിക്കതിൽ വിഷമമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, ഇറ്റ്സ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചോയ്സ് എന്തിനേയും പോസിറ്റീവായി കാണുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അവിടെ യുദ്ധം വരികയായി. യുദ്ധം വന്നപ്പോൾ രാജാവ് അവിടെയുള്ള കംപ്ലീറ്റ് ചെറുപ്പക്കാരെയും വിളിച്ച് സൈന്യത്തിൻ്റെ കൂടെ ചേർക്കാനായി ഉത്തരവിട്ടു. ഈ സമയത്ത് കർഷകന്റെ മകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നടുവൊടിഞ്ഞ് കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിന് വിളിച്ചില്ല. ഈ യുദ്ധം നടന്ന് ഒരുപാട് അവിടെയുള്ള ചെറുപ്പക്കാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ മകനാവട്ടെ ഈ നടുവൊടിഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകേണ്ടിയും വന്നില്ല, യാതൊരു രീതിയിലുള്ള മറ്റ് അപകടങ്ങളും ഉണ്ടായില്ല. ഈ സമയത്ത് നാട്ടുകാർ പറഞ്ഞു, താങ്കളൊരു ഭാഗ്യവാനാണല്ലോ, മറ്റുള്ള ചെറുപ്പക്കാർ പലരും മരിച്ചു പോയപ്പോൾ താങ്കളുടെ മകന് ഇങ്ങനൊരു അസുഖം വന്നുകൊണ്ട് വീട്ടിൽ കിടക്കാനും യുദ്ധത്തിന് പോകേണ്ട ആവശ്യം വരാതിരിക്കുകയും ചെയ്തില്ലേ എന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻസും അതിൽ പോസിറ്റീവായ രീതിയിൽ എടുക്കണമോ നെഗറ്റീവായ രീതിയിൽ എടുക്കണമോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമ്മളതിനെ പോസിറ്റീവായ രീതിയിൽ കാണാൻ തയ്യാറായാൽ, ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഇൻസിഡൻസിനെയും പോസിറ്റീവായ രീതിയിൽ കാണാൻ തയ്യാറായാൽ അതിൽ നിന്നും നമുക്ക് ഒരുപാട് എനർജി സംഭരിക്കാനും മുൻപോട്ടുള്ള നമ്മുടെ യാത്രയെ ഉണർവോടുകൂടി തന്നെ യാത്രയെ കൊണ്ടുപോകാൻ സഹായിക്കാനും തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും ഒപ്റ്റിമിസ്റ്റിക് ആയ രീതിയിൽ സമീപിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒപ്റ്റിമിസം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി മുൻപോട്ട് പോകാനും ആ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ വലിയ വിജയങ്ങൾ കൈവരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.